അപ്പോൾ ഇന്നു മുതൽ നമ്മൾ നെറ്റിൻ്റെ പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജനറൽ പേപ്പറിൻ്റെ സിലബസ് ആണ്. അപ്പോൾ ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇതാണ് പേപ്പർ 1 ആണ്. ഇത് എല്ലാവർക്കും കമ്പൾസറി ആയിട്ട് ഉണ്ടാകുന്ന വിഷയമാണ്. ഇതിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു റിസർച്ചിൻ്റെ ക്യാപ്പബിലിറ്റി എത്രയുണ്ട് എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇതിൽ നടത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന യൂണിറ്റ് 1, അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അതിൽ ടീച്ചിങ്ങിൻ്റെ കൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ലെവൽ ഓഫ് ടീച്ചിങ്, മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് ആൻഡ് അഡൾട്ട് ലേണേഴ്സ്, അതായത് അക്കാഡമിക്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, factors affecting teaching related to teacher, learner, support material, instructional facilities, learning environment and institutions, methods of teaching in institutions of higher learning, teacher centered vs learner centered methods, offline vs online method, teaching support system, traditional, modern and ICT based, evaluation system, elements and types of evaluation, evaluation and in choice based credit system in higher education, computer based testing, innovations in evaluation system. രണ്ടാമത്തെ പാഠം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. റിസർച്ച് മീനിങ്, ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ടു റിസർച്ച്, methods of research, experimental, descriptive, historical, qualitative and quantitative methods, steps of research, thesis and article writing, format and styles of referencing, application of ICT in research, research ethics. യൂണിറ്റ് 3 പറയുന്നത് കോംപ്രഹെൻഷൻ. A passage of text be given, questions be asked from the passage to be answered. അടുത്ത 4ാമത്തെ യൂണിറ്റാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ മീനിങ്, ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ, ഇൻ്റർ കൾച്ചറൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻസ്, ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ്, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. അടുത്ത 5ാമത്തെ യൂണിറ്റ് മാത്തമെറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡാണ്. ടൈപ്സ് ഓഫ് റീസണിങ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ്, മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആവറേജ്. അടുത്തത് ലോജിക്കൽ റീസണിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദി സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഫോംസ്, സ്ട്രക്ചർ ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ്, mood and figure, formal and informal fallacies, uses of language, connotation and denotation of terms, classical square of opposition, evaluating and distinguishing deductive and inductive reasoning, analogies, Venn diagram, simple and multiple use of establishing validity of arguments, Indian logic, means of knowledge, pramanas, perception, inference, comparison, verbal testimony, implications, non-apprehension, structure and kinds of anumana, inference, invariable relation, fallacies of inference. അടുത്ത യൂണിറ്റ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, സോഴ്സ് അക്വിസിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, graphical representation, bar chart, histogram, pie chart, table chart and line chart, and mapping of data, data interpretation, data and governance. അടുത്ത യൂണിറ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT, general abbreviations and terminology, basic of internet, intranet, email, audio and video conferencing, digital initiatives,
in higher education, ICT and governance. അടുത്ത യൂണിറ്റ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ്. ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, ഹ്യൂമൻ ആൻഡ് എൻവിറോൺമെൻറ്റ് ഇൻ്ററാക്ഷൻ, ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഇമ്പാക്ട്സ് ഓൺ എൻവിറോൺമെൻറ്റ്, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് ലോക്കൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, വേസ്റ്റ്, സോളിഡ്, ലിക്വിഡ്, ബയോമെഡിക്കൽ, hazardous, electronic, climate change and its socio-economic and political dimensions. Impacts of pollutant on human health, natural and energy resources, solar, wind, soil, hydro, geothermal, biomass, nuclear and forests. Natural hazards and disasters, mitigation strategies. Environmental Protection Act 1986, National Action Plan on Climate Change, International Agreements, Efforts, Montreal Protocol, Rio Summit, Convention on Biodiversity, Kyoto Protocol, Paris Agreement, International Solar Alliance. ഏറ്റവും അവസാനത്തെ യൂണിറ്റാണ് അടുത്ത് വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ, എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, Oriental, conventional and non-conventional learning programs in India, professional, technical and skill-based education, value education and environmental education, policies, governance and administration. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയപ്പെട്ട 10 യൂണിറ്റുകളിൽ നിന്ന് ഓരോ യൂണിറ്റിൽ നിന്നും 5 ചോദ്യങ്ങളുണ്ടാകും. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് ഉണ്ടാവുക.